ഉറുമ്പ് തൊട്ട് ആന വരെയുള്ള ജീവികളുണ്ട് ഈ ലോകത്ത്. അതിൽ കാക്കനെ തൊട്ടാൽ വെറും കുളി കുളിക്കണമെന്നും നായനെ തൊട്ടാൽ 7 പ്രാവശ്യം കുളിക്കണം, അതിലൊരിക്കൽ മണ്ണിട്ട് കുളിക്കണം എന്നും ഇസ്ലാം കൽപ്പിക്കാനുള്ള പ്രത്യേക കാരണങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ചില ജീവികളെ ഇസ്ലാം മനുഷ്യർ അതിനോട് ആരാധനാപരമായി പെരുമാറുമ്പോൾ അതിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ പൂർണ്ണമായ കീഴൊതുക്കം, അനുസരണ, ലോജിക്കലി ഓക്കെ ആവട്ടെ ഓക്കെ ആവാതിരിക്കട്ടെ, അള്ളാഹുവിൻ്റെ കൽപ്പനയോടുള്ള ഡിവോഷൻ ആവണം എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയം നായ ഒരു മോശം ജീവിയാണെന്ന് ഇസ്ലാം ഒരിടത്തും പറയുന്നില്ല. സ്വർഗത്തിൽ കടക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ചില ജീവികളിൽ ഒന്ന് ഒരു നായയാണ് എന്ന് മാത്രവുമല്ല, ഒരു മതഗ്രന്ഥമുണ്ട്, ആത്മീയ ലോകത്തുള്ളൊരു മതഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേരിതാണ് കിതാബ് ഫളിലിൽ കിലാബി അലാമൻ ലബിസ സിയാബ, അല്ലെങ്കിൽ മിമ്മൽ ലബിസ സിയാബ. അതിനെക്കുറിച്ച് ഉള്ള വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പട്ടുധരിച്ച മനുഷ്യരെക്കാൾ പട്ടിക്കുള്ള പ്രാധാന്യം. ഇത് ആത്മീയ ഗ്രന്ഥമാണ്. എന്താണെന്ന പട്ടിയെ റെസ്പെക്ട് ചെയ്തത്? പട്ടിക്ക് യജമാനനോട് നന്ദിയുണ്ട് എന്ന പേരിലാണ്. അപ്പം പട്ടി ഒരിക്കലും മോശം ജീവിയല്ല. സ്വർഗത്തിൽ പോലും നായയുണ്ട്. അതേസമയം മനുഷ്യർക്ക് ലോജിക്കലി ഓക്കെ ആവട്ടെ ഓക്കെ ആവാതിരിക്കട്ടെ, സയൻറ്റിഫിക്കലി ഓക്കെ ആവട്ടെ ഓക്കെ ആവാതിരിക്കട്ടെ, മതം എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, അതാണല്ലോ മതം. അതുകൊണ്ടല്ലേ നമുക്ക് ഒരുപക്ഷെ ഹെൽമെറ്റ് ഇടാതെ പോകണമെന്ന് തോന്നുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ലോ പാലിക്കുന്നത്. ആ ലോജിക്കാണ്. അപ്പോൾ നമ്മൾ ആത്യന്തികമായി അംഗീകരിക്കുന്ന വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നു എന്ന് മാത്രം.